ങ്ങളുള്ള വലിയ ശിഖരങ്ങളുള്ള മാവുകളെ നമുക്ക് വെട്ടിമാറ്റി ശിഖരങ്ങൾ വെട്ടിമാറ്റുക, അതിൽ നിന്ന് വരുന്ന ചെറിയ പൊടിപ്പുകൾ, ആ പൊടിപ്പുകളിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ മെത്തേഡ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് വിവിധ ഇനം മാവുകളെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഇനങ്ങളെ നമുക്ക് ഒരു മാവിൽ തന്നെ 3-4 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ സാധിക്കും. അത് ഗ്രാഫ്റ്റിങ്ങിനായിട്ട് വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ചുകൂടെ കോമ്പാറ്റബിൾ ആയിട്ടില്ല, അതായത് ഏതാണ്ട് ഈക്വൽ ഗ്രോത്ത് ഉള്ള വെറൈറ്റി വേണം തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ ഭയങ്കര വിഗ്രസ് ആയിട്ടുള്ള വെറൈറ്റി ബാക്കി വെറൈറ്റീസിനെ ഓവർഗ്രോ ചെയ്യും. അപ്പോൾ ചില വെറൈറ്റീസ് സപ്രസ്ഡായി പോകും. അതുകൊണ്ട് ഒരുമാതിരി കോമ്പാറ്റബിൾ ആയിട്ടുള്ള സ്പീഷീസ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുക. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നല്ല മാങ്ങ ലഭിക്കുന്നുണ്ട്. കാലേപ്പാടി, ഉദാഹരണത്തിന് കാലേപ്പാടി വളരെ ചെറിയ ഇലകളും അതുപോലെ വളരെ കോമ്പാക്റ്റായിട്ട് വളരുന്നൊരു വെറൈറ്റി ആണത്. അപ്പോൾ അതുകൊണ്ട് കാലേപ്പാടി ഇങ്ങനെ ടോപ്പ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇത് നാസിക് പസന്താണ്, ഇത് നിലാരി പസന്ത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇനങ്ങളെ ഒരു മാവിൽ തന്നെ, നമുക്കൊരു മാവ് ഉള്ളുവെങ്കിൽ ആ മാവിൻ്റെ വിവിധ ശാഖകളിൽ നമുക്കിഷ്ടപ്പെട്ട ഇനങ്ങളെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജാണ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂണിങ് ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് ക്രമീകരിക്കേണ്ടതും ആവശ്യമാണ്. അല്ലാതെ ഓവർ ഗ്രോ ചെയ്ത് വരുമ്പോൾ ക്രൗഡഡ് ആവും, ബ്രാഞ്ചസൊക്കെ ക്രൗഡഡ് ആവുമ്പോൾ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ഇയർലി വൺസ് ഒരു പ്രൂണിങ്, അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ബ്രാഞ്ചസ് അതുപോലെ ഡിസീസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചസൊക്കെ വെട്ടിമാറ്റിയിട്ട് അതിനെ പ്രൂണിങ് ചെയ്ത് അതിൻ്റെ കനോപ്പി ഒന്ന് ക്രമീകരിച്ചാൽ നല്ലതായിരിക്കും. ഇവിടെ ചെയ്തത് വലിയ മാവുകളായിരുന്നു. ഇതെല്ലാം ഒരു 10-15 വർഷമായ മാവുകളായിരുന്നു. അപ്പോൾ വലിയ ശിഖരങ്ങളായിട്ടുള്ള വലിയ മാവുകളായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബ്രാഞ്ചസ് എല്ലാം മുറിച്ച് ചെറുതാക്കി. അതിനുശേഷം അതിൽ നിന്ന് വന്ന പൊടിപ്പുകളിലാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്തത്. ഓരോ ബ്രാഞ്ചിലും ഓരോ പൊടിപ്പുകളിൽ വീതം ഗ്രാഫ്റ്റിംഗ് ചെയ്തു. 5 വെറൈറ്റീസ് നമ്മൾ ചെയ്തു. അപ്പോൾ അതിൽ ഒന്ന് നാസിക് പസന്ത്, ഒന്ന് മല്ലിക, പിന്നെ സിന്ദൂരം, പിന്നെ നമ്മുടെ നാടൻ ഇനവും ചെയ്തു. എന്ന് വെച്ചാൽ കറി വെക്കാനൊക്കെ ഉള്ള മാങ്ങയ്ക്ക് വേണ്ടി ഒരു നാടൻ ഇനവും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 വെറൈറ്റീസാണ് ഒരു മാവിൽ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പം മല്ലിക ഭയങ്കര ഗ്രോത്ത് ഉള്ളൊരു വെറൈറ്റിയാണ്, ഇലയൊക്കെ ഭയങ്കര വിഗ്രസാണത്. അപ്പോൾ അത് കുറച്ച് ബാക്കി വെറൈറ്റീസിനെ ഓവർ ഗ്രോ ചെയ്യേണ്ടതായിട്ടാണ് കണ്ടത്. അതേസമയം നാസിക് പസന്ത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, ഇലകളൊക്കെ ചെറുതാണ്, കോമ്പാക്റ്റായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കാലേപ്പാടി ഇങ്ങനെ ഗ്രാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് വളരെ യോജിച്ചതാണ്. അതിൻ്റെ ഇലകളൊക്കെ ചെറുതാണ്, വളരെ കോമ്പാക്റ്റായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അത് ഇതുപോലെയുള്ള ടോപ്പ് വർക്കിങ്ങിന് കുറച്ചും കൂടെ യോജിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ അടുത്തിടെ കാലേപ്പാടി വേറൊരു മാവിൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2-ാം വർഷം മുതൽ തന്നെ നമുക്ക് ബെയറിങ് കിട്ടും. എന്താണെന്ന് വെച്ചാൽ അതിന് നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ഉണ്ട്, പിന്നെ ട്രങ്കും വളരെ ഡെവലപ്ഡാണ്. അപ്പോൾ അത് കാരണം ഫുഡ് റിസർവ് അതിന് എനഫായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള മാവുകൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത വെറൈറ്റിയാണ് നമ്മൾ വച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതെങ്കിൽ അതിനെ മാറ്റാനായിട്ടുള്ള നല്ലൊരു മെത്തേഡാണിത്. അപ്പോൾ ഇത് ഒരു മാവുള്ള ഒരു കർഷകന് അതിനെ ബഡ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് 3-4 വെറൈറ്റി നമ്മുടെ മുറ്റത്ത് നമ്മുടെ വീട്ടിൽ കിട്ടാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് 4 വർഷമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തൊരു മാവാണ്. അപ്പോൾ 2-ാം വർഷം തുടങ്ങി ഇത് കാച്ചു തുടങ്ങി, നല്ല പ്രൊഡക്ഷനുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 4 വെറൈറ്റി ചെയ്തല്ലോ, അത് മല്ലിക ഉണ്ടായിരുന്നു, പിന്നെ സിന്ദൂരം, പിന്നെ ഒരു ലോക്കൽ ടൈപ്പ് തൊലികൈപ്പൻ എന്ന് പറയും, ആ ഒരു വെറൈറ്റിയും ഞാൻ ചെയ്ത്. 10ഓളം ഇനങ്ങൾ ഒരു തായ് വൃക്ഷത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ചില ഇനങ്ങൾ 1 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കും.
ഇതൊട്ടും കായ്ക്കാത്തൊരു മാവായിരുന്നു. ഈ മാവ് ഞങ്ങൾ ആദ്യം വട്ടം മുകളിൽ നിന്ന് മുറിച്ച് എല്ലാ ബ്രാഞ്ചും വേറെ വേറെ മുറിച്ച് അതിൽ ബോഡോ പേസ്റ്റും ഒക്കെ തേച്ച് നിർത്തി. ഒരു 6 മാസമായപ്പോഴത്തേനും അതിൽ ധാരാളം മുള വന്നു. ഇതിൽ ഞങ്ങൾ 6 വെറൈറ്റി പിടിപ്പിച്ചു. ഈ പറമ്പിൽ സ്വല്പം ഷെയ്ഡൊക്കെ ഉള്ള കാരണം അതിൻ്റെ വളർച്ച സ്വല്പം സ്ലോ ആയിരുന്നു. ഇതിൽ ഇപ്പം 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷമാണ്. ഒരു 3 വെറൈറ്റി ഇപ്പോൾ കായായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഇത് നിൽക്കുന്ന അർക്ക അൻമോളാണ്. ഇത് കഴിഞ്ഞ വർഷവും കായ്ച്ചിരുന്നു. ഇത് അൽഫോൻസ ഇൻറ്റു ജനാർദ്ദൻ ബസന്താണ്. IHRൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതിൻ്റെ താഴെയുള്ളത് ഗ്രാഫ്റ്റാണ്. പക്ഷേ അത് ഒരു വർഷം 4 തവണ കായ്ക്കുന്നതാണ്. അത് ഇപ്പോഴും ഫ്ലവർ ചെയ്തിട്ടില്ല. ആ വെറൈറ്റി കുളമ്പാണ്. ഒരു റെഗുലർ ബെയറാണ്. മാത്രമല്ല 1ഉം 2ഉം തവണ 2ഉം 3ഉം തവണയൊക്കെ അതിൽ മാങ്ങ ഉണ്ടാകും. യാതൊരു പുഴുക്കേടോ യാതൊന്നുമില്ല. കൊലയായിട്ട് ധാരാളം മാങ്ങ ഉണ്ടാകും. നല്ല സ്വീറ്റുമാണ് ആ വെറൈറ്റി. ഈ മാവിൽ 6 വെറൈറ്റിയാണ് ചെയ്തത്. അതിൽ 3 വെറൈറ്റിയിൽ ഇപ്പോൾ മാങ്ങയുണ്ട്. 3 വെറൈറ്റി ഇപ്പോൾ കായ്ക്കാനുണ്ട്. ഒന്ന് അൽഫോൻസയാണിത്, അത് കായ്ച്ചിട്ടില്ല. അതുപോലെ കോട്ടയപ്പറമ്പൻ, ആ കോട്ടയപ്പറമ്പനും കായ്ച്ചിട്ടില്ല. കായ്ച്ചത് അർക്ക അൻമോള് കായ്ച്ചു, സിന്ദൂരം കായ്ച്ചു, കുളമ്പ് കായ്ച്ചു. ഈ മാവ് ഒട്ടിച്ചിട്ടിപ്പോൾ 4 വർഷമായി. ഇവിടെ സ്വല്പം ഷെയ്ഡും ഒക്കെ ഉള്ളതുകൊണ്ട് ഗ്രോത്ത് സ്വല്പം സ്ലോ വന്നു. നല്ല വെളിച്ചവും ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ 3ാം വർഷം എല്ലാ മാവും തന്നെ കായ്ക്കാറുണ്ട്. ചില ഇനം 1 വർഷം ആകുമ്പോഴത്തേനും നല്ല കൈവണ്ണമായി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. നാസിക് പസന്ത്, സിന്ദൂരം, തൊലിക്കൈപ്പൻ, മല്ലിക, എന്നിങ്ങനെ പോകുന്നു മാവിനങ്ങളുടെ പട്ടിക. മാമ്പഴക്കാലം എത്തും മുമ്പേ തന്നെ കമ്പോളങ്ങളിലും പാതയോരങ്ങളിലും മഞ്ഞയും ചുമപ്പും ഓറഞ്ചും വർണ്ണങ്ങളിൽ കണ്ണിന് കുളിർമയേകി നമ്മെ മാടി വിളിക്കുന്ന ഈ മാമ്പഴ കൂമ്പാരങ്ങൾ. കണ്ണേ മടങ്ങുക, നമുക്കും പോകാം ഈ കർമ്മവിശാരദരുടെ പിന്നാലെ. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷി വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ PM അഗസ്റ്റി. ഫോൺ 9446356580.